Hello everyone, welcome to day 5 of a travel vlog. ഇത് ചാഡ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു മോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി നേരെ ഇവിടേക്കാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നിപ്പം ന്യൂ ഇയേഴ്സ് ഈവ് ആണല്ലോ, 31st of December ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ദിസ് ഇയർ 2025. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടകളൊക്കെ ഒന്ന് കയറി ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് പ്ലാൻ. ന്യൂ ഇയേഴ്സ് ഈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ക്യാൻബറയിൽ കുറച്ച് നാളുണ്ടായിരുന്നാണ് കേട്ടോ. അവളിപ്പം മെൽബണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളെ ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞ് പിക്ക് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഞങ്ങളൊന്ന് ഫ്രഷനപ്പൊക്കെ ആയി നേരെ ഫയർ വർക്ക്സ് കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാനാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോർമൽ ഡേ ആണ്. ബട്ട് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാത്രികളിലെ ഫയർ വർക്ക്സ് തന്നെയായിരിക്കും. ഈ ചാഡ്സ്റ്റൺ മോൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു മോളാണ് കേട്ടോ. ഇവിടെ എല്ലാം നമ്മളിങ്ങനെ കയറുമ്പോഴേ ഒരു വേറെ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെയാണ് നമുക്ക് ഫീൽ ആവുക. ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡും ഇവിടെ കിട്ടും. അപ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ ചുമ്മാ ഇങ്ങനെ വാക്ക് ചെയ്യാനും നല്ല രസമാണ്. வாங்க ஃப்ரெண்ட்ஸ், நம்ம இன்றைக்கி அன்பாக்சிங் பண்ண போகிறோம். வேறு லெதர் கிடைக்காம கார்ட்போர்டில் போட்டு விட்டானுங்க பசங்க. நம்ம இவ்வளோ கையில் காசு கொடுத்து நம்ம வாங்கினாலும் இவனுக்கு இப்படி பண்ணுறானுங்க ஃப்ரெண்ட்ஸ். ஹாய் ஃப்ரெண்ட்ஸ், இதுதான் கண்ணாடி. இது அதோட வர்றது ஒரு டவல், கண்ணாடி டவல். இப்போ நம்ம என்ன பண்ண போகிறோன்னா, இந்த டவலை அப்படியே எடுத்து குளிச்ச மாதிரி கண்ணாடியை துடைக்க போகிறோம். நான் ஆல்ரெடி துடைச்சிட்டேன் ஃப்ரெண்ட்ஸ். இன்றைக்கி நம்மக்கிட்ட ஒரு பேப்பர் கவர் ராப்பர் இருக்குது. அதை நம்ம பார்க்காத மாதிரி வச்சுட்டு போகிறோம். ஆக்சுவலாக என்னன்னா, இந்த கண்ணாடியை நான் லாஸ்ட் டைம் வாங்கும் போதும் சைடு விட்டுச்சு ஃப்ரெண்ட்ஸ். அதனால் அதே கண்ணாடி இப்போ சைடு விட்டுதுன்னா ரீஃபண்ட். சைடு விடலன்னா இந்த கண்ணாடியை நாம் வச்சுக்க போகிறோம். அதுதான் பண்ண போகிறோம் ஃப்ரெண்ட்ஸ். இப்போ நான் கண்ணாடியை நல்லா தொடச்சி விட்டு, ஏன்னா நான் அழுக்கான கண்ணாடியெல்லாம் நான் போடுறதில்ல. அந்த கடைக்கார புதுசுன்னு சொன்னாலும் நான் நம்புறதில்லை ஃப்ரெண்ட்ஸ். அதனால் இந்த மாதிரி ஒரு நம்பிக்கை துரோகி, எனக்கு நம்பிக்கை கொஞ்சம் கம்மி தான் ஃப்ரெண்ட்ஸ். நம்பிக்கை துரோகியா இல்லை அவன் நல்லவனான்னு நான் இந்த கண்ணாடியை போட்டு முடிவு பண்ண போகிறேன் ஃப்ரெண்ட்ஸ். ஓகே, ഹായ് എൻ്റെ മലയാള ഫ്രണ്ട്സ്. ഇത് എൻ്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ஆடியோ போட்டுடலாம், நீ மூடு. மோமெண்ட் ஆஃப் ட்ரூத் வளைஞ்சிருக்கா இல்லையா? ரேபன்ல இதான் பிரச்சனையா இருக்கும். அப்போ perfecto. Unbox, remove that strip is good. Unboxing. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഫ്രഷനപ്പായിട്ട് നേരെ നടന്ന് വന്നത് ഇവിടേക്കാണ്. ഇപ്പോൾ ക്രൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ക്രൗൺ പ്ലാസ, അവിടെ നമുക്ക് ഗാംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം അതിന് ഉള്ളിക്കടെ കറങ്ങി കേട്ടോ. നല്ല റഷായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല ഈ സംഭവം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് നോർമലി മെൽബണിലുള്ളതാണ്, ഇങ്ങനെ തീ പോയിക്കൊണ്ടേയിരിക്കും, തീ തുപ്പും. നമ്മൾ സമയമായിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ആൾക്കൂട്ടാണ്, കൂടുതൽ ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരിങ്ങനെ വന്ന് ഗാംബ്ലിങ് ചെയ്ത്, പിന്നെ പ്രായമുള്ള ആൾക്കാരും ഒരുപാടുണ്ട്, വയസ്സായവർ. അവരിങ്ങനെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ആയിട്ടിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവരിങ്ങനെ വന്ന് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു.
11:50 ആയിട്ടുണ്ട് സമയം. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന സ്ഥലത്ത് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫയർ വർക്ക്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിലുണ്ടല്ലോ, മെൽബണിലെ ഫയർ വർക്ക്സ് ഭയങ്കര ബോറായിരുന്നു. സിഡ്നിയിലൊക്കെയാണ് നമ്മൾ ഫയർ വർക്ക്സ് കാണുന്നുണ്ടെങ്കിൽ അത് സിഡ്നിയിൽ തന്നെ വേണം കേട്ടോ കാണാൻ. കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ മെൽബണിൽ വന്നു, ഈ ഇയറും ഞങ്ങൾ മെൽബണിൽ വന്നു. കാരണം സിഡ്നിയിൽ അക്കോമഡേഷനൊക്കെ ഒരു 1 നൈറ്റിന് $2,000-3,000 ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് എന്തിനാണ് അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെൽബൺ വന്നത്. പക്ഷേ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഇത്രയും വലിയ സിറ്റി ആയിട്ട് കൂടെ വളരെ ബോറിംഗ് ആയിരുന്നു ഇവിടുത്തെ ഫയർ വർക്ക്സ് എന്ന് പറയാൻ കേട്ടോ. ക്രൗണിൽ കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് തിരിച്ച് ഹോട്ടലിൽ പോയത്. ഒരു 2:30 സംതിങ് ആയിരുന്നു ടൈം. ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു 3:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.